എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് അങ്ങനെ മോർണിംഗ് വാക്ക് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നിന്നാണ്. ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാടിന് തന്നെ അഭിമാനമായ സ്റ്റേഡിയമാണ്. 1996 ഇതിന്റെ നിർമ്മാണം കഴിഞ്ഞത്. അതിനുശേഷം എത്രയെത്ര ഇന്റർനാഷണൽ കളികൾ മത്സരങ്ങളാണ് ഇവിടെ നടന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ വളരെ സങ്കടകരമായ ഒരു അപകടം, MLA ഉമാ തോമസിനുണ്ടായ അപകടം. അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞു സ്റ്റേഡിയത്തിന് കേടുപാടുണ്ടായിട്ടുണ്ട്, സംഘാടകർ അത് കൃത്യമായി ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. ഇന്നിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഈ സ്റ്റേഡിയത്തിൽ ഒരു പരിശോധന നടത്തുന്നുണ്ട്. അതൊക്കെ ഇവിടെ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം ISL മത്സരങ്ങൾ നടക്കാനുണ്ട്. അപ്പോൾ അതിന്റെ കമാനമൊക്കെ ഇവിടെ പ്രത്യേകം കെട്ടിയിട്ടുണ്ടല്ലേ. അതെ, ഇന്നിപ്പോ ഒരു ഞായറാഴ്ചയാണ്. പതുക്കെ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ. ഈ സ്റ്റേഡിയത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഒരുപാട് പേർ നടക്കാൻ വരും. അതിന് ഇടയ്ക്ക് ചില റെസ്ട്രിക്ഷൻസ് വച്ചിരുന്നു. പക്ഷെ അത് എല്ലാവരും ചേർന്ന് കുറേ നാൾ നടക്കാൻ ഒരുമിച്ച് വന്നവർ ഒരുപാട് പേർ ഇങ്ങനെ ഒരു ഗ്രൂപ്പുകളായി സൗഹൃദമൊക്കെ പങ്കിടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ അവരൊക്കെ വന്നു ചേരും. അവരോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. ഇന്നത്തെ പ്രഭാത വാർത്ത മോർണിംഗ് വാക്ക് തുടങ്ങുകയാണ്. അതിൽ നമുക്ക് ഒരുപാട് വാർത്തകൾ വരുന്ന ഒരു ദിവസം കൂടിയാണ്. ഞായറാഴ്ചയാണെങ്കിലും വാർത്തകൾക്കൊരു കുറവുമില്ല. അപ്പോൾ നമ്മൾ വാർത്താ വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം മുന്നോട്ട് നടക്കുകയാണ്. ജനുവരി 12 ഞായറാഴ്ച, ധനു 28. അതെ, അപ്പൊ നമുക്ക് പ്രധാന വാർത്തകൾ. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നമ്മളിതാ മോർണിംഗ് വാക്ക് ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ വാർത്തകൾ ഇങ്ങനെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. ആദ്യം തന്നെ പോകുന്നത് അത്ര സുഖമുള്ളൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കല്ല. അത് ആദ്യം തന്നെ പറയട്ടെ. ഈ പത്തനംതിട്ടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത അത് ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. 15 വയസ്സ് മുതൽ ഒരു വിദ്യാർത്ഥിനി, ഒരു അത്ലറ്റ് പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള വാർത്ത അത് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് 18 വയസ്സുണ്ടെങ്കിൽ പോലും 64 പേരുടെ ലിസ്റ്റാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അതിൽ തന്നെ 62 പേരെ ആ പെൺകുട്ടിക്ക് കൃത്യമായി പറയാൻ സാധിച്ചു. അവരുടെ പേര് വിവരങ്ങൾ പോലീസിന് നൽകാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ കുറച്ച് പേർ കൂടി പമ്പയിൽ നിന്ന് അറസ്റ്റിലായിട്ടുണ്ട്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 20 ആയിട്ടുണ്ട്. വിവിധ സ്റ്റേഷനുകളിൽ, പത്തനംതിട്ടയിലെ തന്നെ വിവിധ സ്റ്റേഷനുകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. കസ്റ്റഡിയിൽ എടുത്തിരുന്ന പ്രതികൾ അവരിൽ കൂടുതൽ പേരും പ്രായപൂർത്തിയാകാത്തവരാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പക്ഷേ മോർണിംഗ് നമ്മൾ നല്ല ഒരു വാർത്തയല്ല പങ്കുവയ്ക്കുന്നത്. വല്ലാതെ ആശങ്കപ്പെടുത്തുകയും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വാർത്തയാണ്. വല്ലാതെ സങ്കടം വരും. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ ശ്രീജിത്തും അത് അനുഭവിക്കുന്നുണ്ടാകുമെന്നറിയാം. പക്ഷെ നമുക്ക് വാർത്തയാണ്, ജനങ്ങളിലേക്ക് എത്തിക്കാതെ പറ്റില്ല. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? സ്മിത, പ്രവിത ഒരു നല്ല ദിനം ആശംസിക്കുന്നു. പക്ഷെ പറഞ്ഞതുപോലെ രാവിലെ ഒട്ടും ശുഭകരമല്ലാത്ത വാർത്ത തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പത്തനംതിട്ട പോക്സോ കേസിൽ 3 പേർ കൂടി കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇവരുടെ ഈ കേസിലെ പങ്ക് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഈ 3 പേർ കസ്റ്റഡിയിലായത് പമ്പയിൽ വെച്ചാണ് എന്നൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. നാളെ മകരവിളക്കാണ്. മറ്റന്നാളാണ് മകരവിളക്ക്. ഇന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുകയാണ്. ആ സമയത്ത് പമ്പയിലാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ പമ്പയിൽ ഏതെങ്കിലും തരത്തിൽ ജോലി ചെയ്യുകയാണോ അല്ലെങ്കിൽ വല്ല ദർശനത്തിന് വേണ്ടി പോയതാണോ എന്നതിനെക്കുറിച്ചൊന്നും തന്നെ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും കസ്റ്റഡി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്, പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് എന്ന ഒരു പ്രാഥമിക വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ 3 പേരുടെ പേര് വിവരങ്ങൾ അത് അറസ്റ്റിലായാൽ മാത്രമാണ് നമുക്ക് നൽകാനാവുക. ഏതെങ്കിലും തരത്തിൽ നിരവധി ആളുകളെ ചോദ്യം ചെയ്യാൻ വിളിച്ചുകൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം പങ്കില്ലെങ്കിൽ അവരെ പറഞ്ഞുവിടുന്ന ഒരു പതിവും 2 ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു അറസ്റ്റിലായാൽ മാത്രം ഇവരുടെ പേര് വിവരങ്ങളെല്ലാം തന്നെ പോലീസ് നമുക്ക് നൽകും. കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായ ആളുകളുടെ എണ്ണം അത് 20 ആണ്. അത് ഇന്നലെ റാന്നിയിൽ 6 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയോടുകൂടിയാണ് 20 എന്നൊരു നമ്പറിലേക്ക് എത്തിയിട്ടുള്ളത്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 9 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെ ഏറ്റവും ആദ്യം അറസ്റ്റ് ചെയ്ത് ഇലവന്തട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഇവിടെയാണ് ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത്. അതിൽ സുബിൻ എന്ന ഒരു ചെറുപ്പക്കാരൻ
ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനാണ് ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ചത്. അതിനുശേഷം നഗ്ന ദൃശ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്തു. ശേഷം പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പിന്നീട് ഇയാൾ തന്നെയാണ് മറ്റ് ആളുകൾക്ക് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ അയച്ചു കൊടുത്തത്. അവരും പെൺകുട്ടിയെ നിർബന്ധപൂർവ്വം അതുപോലെ തന്നെ ഈ ദൃശ്യങ്ങൾ കാണിച്ചുമൊക്കെ ഭീഷണിപ്പെടുത്തി അത്തരത്തിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്നത്. എന്തായാലും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും, ചോദ്യം ചെയ്യും കുറേ ആളുകളെ എന്ന് ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. രാത്രി വൈകിയും പോലീസ് ഉദ്യോഗസ്ഥർ, ഇതൊരു വലിയൊരു അന്വേഷണ സംഘമാണ്. DSP S നന്ദകുമാർ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പല മേഖലകളായി തിരിഞ്ഞ് മൊബൈൽ ഫോൺ ലൊക്കേഷനൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകളാണ് നടത്തുന്നത്. എന്തായാലും ഈ ഒരു ലിസ്റ്റ് 32 മുതൽ 42 പേരുടെ പേര് വിവരങ്ങൾ പെൺകുട്ടി തന്നെയാണ് പോലീസിന് നൽകിയത് ആദ്യഘട്ടത്തിൽ. അതിൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തിയത്. അച്ഛൻ്റെ മൊബൈൽ ഫോണായിരുന്നു പെൺകുട്ടി ഉപയോഗിച്ചിരുന്നത്. എന്തായാലും ആ ഫോണിൽ സേവ് ചെയ്ത നമ്പറുകളുടെ അടിസ്ഥാനത്തിലാണ് 42 എന്നൊരു നമ്പർ ആദ്യഘട്ടത്തിൽ ലഭിച്ചത്. ശേഷം 62 പേരുടെ പേര് വിവരങ്ങൾ എഴുതി വെച്ചടക്കം പെൺകുട്ടി എഴുതി വെച്ചിട്ടുണ്ട് പല പേരുകളും. അങ്ങനെ ആ എഴുതി വെച്ച പേര് വിവരങ്ങളടക്കമാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും തുടർ അറസ്റ്റുകൾ ഇന്ന് കൂടുതലുണ്ടാകും. അത് കേവലം ഇന്നലെ വളരെ രാത്രിയോടുകൂടി കസ്റ്റഡിയിലെടുത്ത 3 പേർ മാത്രമല്ല, അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. നിരവധി ആളുകളെ രാത്രി വൈകിയും പത്തനംതിട്ടയിലും അതുപോലെ തന്നെ മറ്റ് പോലീസ് സ്റ്റേഷൻ പരിധികളിലുമൊക്കെ വിളിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ജോലിയാണ്. 22 എന്നൊരു നമ്പർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ശക്തമായ അപലപിക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാകട്ടെ കേസെടുത്ത് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നാടിനെ നടുക്കിയ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടി ഇടപെടാൻ DIG ദക്ഷിണ മേഖല DIG നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർ ഇക്കാര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു മേൽനോട്ടം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. സ്മിത പ്രവിത. ശരി ശ്രീജിത്ത്, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് ഇങ്ങനെ പുരോഗമിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് ഏറെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ദേശീയ കമ്മീഷൻ വരെ ഇതിൽ ഇടപെടുന്ന ഒരു സാഹചര്യം അത് കേരളത്തിന്റെ കൃത്യതയോടെ അന്വേഷണം നടത്തേണ്ടതുണ്ട് ഈ വിഷയത്തിൽ. അപ്പോ ഇതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ കരുതലോടെ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്. ആരെയും കുറ്റം ചെയ്തവർ ആരെയും വെറുതെ വിടരുത്, അന്വേഷണം നടക്കട്ടെ. ശ്രീകുമാരനാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇന്ന് അതിരാവിലെ തന്നെ ഞാൻ വിചാരിക്കായിരുന്നു പ്രവിധ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ, വളരെ കുറച്ച് ആളുകളെ റോഡിലൊക്കെ ഉള്ളൂ. പക്ഷേ നമ്മുടെ പ്രേക്ഷകർ എത്രയോ നേരത്തെ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് പേർ മെസ്സേജ് അയക്കുന്നുണ്ട്. പ്രജിനും ക്രിസ്റ്റീനും എവിടെയെന്ന് ചോദിക്കുന്നവരുണ്ട്. പിന്നെ പ്രവിധയും ഒരു പാട്ട് പാടണം, സ്മിത കവിത ചൊല്ലണം എന്നൊക്കെ പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ഒരുപാട് പേർ. അവർക്ക് എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം ആശംസിക്കുന്നു. നല്ല ദിവസമാകട്ടെ. ഇന്ന് അവധി ദിവസമാണ്, പക്ഷെ ഇത്ര നേരത്തെ ഉണർന്നിരിക്കുന്നു നിങ്ങൾ എന്നുള്ളതിൽ വലിയ സന്തോഷം. ഒപ്പം ഇന്ന് ദേശീയ യുവജന ദിനമാണ് എന്ന് ഒരു സന്ദേശമുണ്ട്. ഇന്ന് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ്. യുവാക്കളുടെ ശക്തിയിൽ വിശ്വസിച്ച സ്വാമി വിവേകാനന്ദന്റെ ദിനം, ആ ജന്മദിനം അത് തന്നെയാണ് ദേശീയ യുവജന ദിനമാകട്ടെ. അപ്പോൾ എല്ലാ യുവജനങ്ങളും ഒരുപാട് നല്ല പോസിറ്റീവായിട്ട് ചിന്തിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ. നല്ല പ്രതീക്ഷയോടെ തന്നെ ആവട്ടെ ഇന്നത്തെ ഈ ഞായറാഴ്ച പ്രഭാതം. നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ആ രീതിയിൽ തന്നെ ആകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അല്ലെ, ഇനി നമുക്ക് സന്തോഷമുള്ള ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. രാജ്യം കാത്തിരിക്കുന്ന സ്പേസ് ഡോക്കിംഗ് ഉടൻ നടന്നേക്കുമെന്ന് ISRO അറിയിക്കുന്നുണ്ട്. ബഹിരാകാശത്തെത്തിയ ഇരട്ട ഉപഗ്രഹങ്ങളായ ടാർഗറ്റും ചീസറും കൂട്ടിച്ചേർക്കുന്ന ദൗത്യമാണ് സ്പേസ് ഡോക്കിംഗ്. നിലവിൽ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം 15 മീറ്റർ മാത്രമായിട്ടുണ്ട്. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ആണ് ചേരുന്നത് ചെന്നൈയിൽ നിന്നും. റഹീസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ സന്തോഷമുള്ള വാർത്തയാണ്. വലിയ പ്രതീക്ഷയുണ്ട് ISROയ്ക്ക്. ഈ ഒരു ദൗത്യം പൂർണ്ണമായാൽ ഈ ദൗത്യം നടത്തുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. എങ്ങനെയാണ് ISRO വിവരങ്ങൾ പങ്കുവെക്കുന്നത്? നിലവിൽ പുരോഗതി ഉണ്ടോ? വെരി ഗുഡ് മോർണിംഗ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ISROയെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാന മോർണിംഗ് ആയിരിക്കും ഇത് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇന്ത്യ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തിലേക്ക് സത്യത്തിൽ ഒരു കൈയകല ദൂരം മാത്രം നിൽക്കുന്നു എന്ന് വേണം പറയാൻ. 15 മീറ്റർ മാത്രമാണ് ഈ 2 ഉപഗ്രഹങ്ങളും തമ്മിൽ ഇപ്പോൾ ബാക്കിയായിരിക്കുന്നത്. ആ ഒരു 15 മീറ്റർ കൂടി പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ സ്പേസ് ഡോക്കിംഗ് ഇന്ന് തന്നെ നടക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാക്കിയിരിക്കുന്നു. അത് ഏതാണ്ട് 7 മണിയോടെ നടന്നേക്കുമെന്ന് അനൌദ്യോഗികമായ വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ദൗത്യമാണ്. ഒരു ഘട്ടത്തിലും അവസാന നിമിഷം പാളിപ്പോകാൻ പാടില്ലാത്തൊരു ദൗത്യമാണ്. അതുകൊണ്ട്
നിലവിൽ അതിന്റെ ഓർബിറ്റുകളിൽ ഉണ്ടാകുന്ന ഏതൊരു വ്യത്യാസത്തെയും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് മാത്രമേ ISRO ഡോക്കിങ്ങിലേക്ക് കടക്കുകയുള്ളൂ. ആ ഭ്രമണപഥത്തിൽ ഉണ്ടാകുന്ന ഏതൊരു ചെറിയ വ്യതിയാനവും നമ്മളുടെ ഈ ഒരു ചരിത്ര ദൗത്യത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നേരത്തെ 2 തവണ ഡോക്കിംഗ് തീയതികൾ മുൻകൂട്ടി തീരുമാനിച്ച് അതിനുശേഷം അത് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിരാശ ഉണ്ടായിരുന്നു, സത്യത്തിൽ ചെറിയ തോതിൽ ആശങ്കയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ മാറി വരികയാണ്. ഈ ഒരു 15 മീറ്റർ ഏതാണ്ട് ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിലൊക്കെ നിലവിൽ ഡോക്കിങ്ങിലേക്ക് സാധ്യമാകുന്ന തരത്തിൽ മാറ്റിയെടുക്കാൻ കഴിയും. പക്ഷേ അത് വളരെ സ്ലോ ആയിട്ടാണ് ഇനി നടക്കാൻ പോകുന്നത്. ജനുവരി 30 തുടങ്ങിയ ഒരു ദൗത്യമാണ് സ്പാഡക്സ് മിഷൻ. PSLV C60യിൽ 2 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നു. ശേഷം അതിനെ ഒരു കൃത്യമായ അകലത്തിൽ ഉറപ്പിക്കുന്നു. പിന്നീട് SDX-01, XDX-02 എന്നീ ഉപഗ്രഹങ്ങൾ, അത് ഒന്ന് ചേസറാണ്, മറ്റത് ടാർഗറ്റ് ആണ്. ഈ 2 ഉപഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം ഇങ്ങനെ കുറച്ചു കൊണ്ടുവരുന്നു. അത് കൃത്യമായ വേഗത്തിൽ ഓരോ തവണയും ഭ്രമണപഥത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് ആ വേഗത കൂടി വ്യത്യസ്തപ്പെടുത്തി അത് കൃത്യമായി അടുപ്പിക്കുന്നു. അങ്ങനെ അടുപ്പിച്ച് ഇപ്പോൾ അത് 15 മീറ്റർ മാത്രം ദൂരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു 50 അടി ദൂരത്തിലേക്ക് മാറ്റി വച്ചിരിക്കും, അത്രയും അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ഒരുപക്ഷെ ഡോക്കിംഗ് നടന്നേക്കും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ബഹിരാകാശ വമ്പന്മാരായിട്ടുള്ള ചൈനയോടും അമേരിക്കയോടും ഒപ്പം തന്നെ റഷ്യയോടും ഒക്കെ കൂടെ ഇന്ത്യയുടെ പേര് കൂടി എഴുതി ചേർക്കപ്പെടും. ആ സുവർണ ദിനത്തിനായി തന്നെയാണ്, അല്ലെങ്കിൽ ആ സുവർണ ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളും കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും റഹീസ്, ആ വാർത്തയുടെ പിന്നാലെയാണ് റഹീസ് എന്ന് നമുക്കും അറിയാം. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായ, അല്ലെങ്കിൽ ബഹിരാകാശ ദൗത്യത്തിൽ ഏറെ നാഴികക്കല്ലാകുന്ന ഒരു ദൗത്യത്തിലാണ് ഇന്നിപ്പോൾ ISRO നടത്താൻ പോകുന്നത്. എല്ലാ കാലവും നമുക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിലേറ്റവും പുതിയതായിട്ടുള്ള നേട്ടമായി മാറും ഇത്. അതൊരു ചരിത്ര നേട്ടം തന്നെയാണ്. അതിനായി നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരുപാട് പ്രേക്ഷകർ കമന്റ്സ് അയക്കുന്നുണ്ട്. കുറേ പേര് പ്രജിനെയും ക്രിസ്റ്റീനെയും ചോദിക്കുന്നുണ്ട്. പ്രജിന്റെ പാട്ടില്ല, അപ്പൊ ഇന്ന് തീർച്ചയായും പ്രവിതയുടെ പാട്ട് വേണം എന്ന് ചിലർ പറയുന്നുണ്ട്. ഇന്ന് പെൺപുലികളാണ്, പൊളിക്കണം എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും പൊളിക്കും, നിങ്ങളെ നിരാശപ്പെടുത്തില്ല. രാവിലെ തന്നെ ഒരുപാട് പേരിങ്ങനെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി പുലർന്നു വരുമ്പോൾ കൂടുതൽ പേരെ കാണാൻ പറ്റും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് അതിരാവിലെ തന്നെ ഈ നെഗറ്റീവ് വാർത്ത, സങ്കടകരമായ വാർത്ത, അതിന് പകരം ഒരു പോസിറ്റീവ് വാർത്തയിൽ തുടങ്ങാമായിരുന്നു എന്ന്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയാകുമ്പോൾ നമുക്ക് അതിലേക്ക് പോകാതെ വയ്യ. നിങ്ങൾ പ്രേക്ഷകർ അതുകൊണ്ട് വിഷമിക്കരുത്. കാരണം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ, എന്തെല്ലാമാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു പൗരൻ എന്ന നിലയിൽ എന്ത് ഉത്തരവാദിത്വം നൽകാൻ കഴിയും. അതുപോലെ ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളൊക്കെയാണ് ഇതിൽ കൂടുതൽ പ്രതികളായിട്ടുള്ളത്. നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ ഏത് രീതിയിൽ വളർത്തണം, എന്ത് പറഞ്ഞു കൊടുത്ത് വളർത്തണം, അതൊക്കെ ചിന്തിക്കാവുന്നതും കൂടിയാണല്ലോ. ഫോർ യു എന്നുള്ള ഐഡിയയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ജ്യേഷ്ഠത്തി അനിയത്തിയാണോ? സാമ്യം തോന്നിക്കുന്നു. എനിക്ക് തോന്നുന്നു ആങ്കേഴ്സ് തമ്മിൽ കുറെ ബന്ധമുണ്ട്. എന്റെ ചേട്ടനാണോ പ്രേം ചേട്ടൻ എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇവർക്ക് നമ്മളെ കാണുമ്പോ ഒരു അടുപ്പം തോന്നും. ഈ പരസ്പരം നമ്മളും പ്രേക്ഷകരും തമ്മിൽ 24-ന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് നിങ്ങൾ പ്രേക്ഷകർ. അപ്പൊ ഒരു കുടുംബം പോലെയാണ്. ഈ ചാറ്റ് കമന്റ് ബോക്സിൽ തന്നെ കാണാം, അവിടെയുള്ളവർ തമ്മിലും വല്ലാത്തൊരു സൗഹൃദവും ബന്ധമൊക്കെ ഉണ്ട്. അപ്പൊ പരസ്പരം ആങ്കർമാർക്കിടയിലും ആ ഒരു അടുപ്പം തോന്നുന്നത് സ്വാഭാവികമാണ്. അതെ, ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അല്ലേ. പക്ഷെ നമുക്കിനി അടുത്ത വാർത്തകളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അതെ, എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്കാണ് പോകേണ്ടത്. ഇന്നലെ എന്താണ് സംഭവിച്ചത് ഇതിനോടകം 24-ലെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് ഇന്നലെ നടന്ന സംഘർഷത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സമവായ ചർച്ച ഇന്ന് നടക്കുന്നുണ്ട്. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, സമരസമിതി അംഗങ്ങൾ, വൈദിക സമിതി അംഗങ്ങൾ എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. പള്ളികൾ കേന്ദ്രീകരിച്ചെന്നും കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. കാരണം ഇന്ന് ഞായറാഴ്ചയാണ്, സ്വാഭാവികമായും കൂടുതൽ വിശ്വാസികൾ പള്ളികളിലേക്ക് എത്തുന്ന ദിവസമാണ്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അശ്വിൻ പാലാഴി, ഗുഡ് മോർണിംഗ്. നല്ല ദിവസമാകട്ടെ. ഇന്നലെ ഈ സംഘർഷങ്ങൾക്കിടയിലൊക്കെ തന്നെ നിൽക്കുകയായിരുന്നു നമ്മുടെ വിഷ്ണു സുരേഷ്. ഇന്നിപ്പോൾ അശ്വിൻ പാലാഴിയാണ്. ഇന്നലെ ഒരു സമവായ ചർച്ചകൾ ADMന്റെ നേതൃത്വത്തിലൊക്കെ നടന്നെങ്കിലും അതൊന്നും തന്നെ ഫലവത്തായില്ല. പക്ഷെ ഏറ്റവും ഒടുവിൽ മാർ ജോസഫ് പാംപ്ലാനി അഡ്മിനിസ്ട്രേറ്ററായിട്ട് ചുമതല ഏൽക്കും എന്ന് വന്നപ്പോൾ തന്നെ അവിടെ ചെറിയൊരു അയവ് വന്നിരുന്നു സംഘർഷങ്ങൾക്ക്. ഇന്നിപ്പോൾ സമവായ ചർച്ചകൾ നടക്കുന്നു. എപ്പോഴായിരിക്കും ഈ ചർച്ചകൾ നടക്കുക? എന്തെല്ലാം തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്?
സ്മിത പ്രവിത, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം കണ്ടതാണ്. ആ പ്രതിഷേധം നടന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ന് പൊതുവെ സമാധാനമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. കാരണം ഇന്നലെ വൈകിയുണ്ടായ ജോസഫ് അംബ്ലാനിയുടെ നിയമനമൊക്കെ ഒരുപക്ഷെ ഒരു അനുനയത്തിനുള്ള സാധ്യതയായാണ് വിശ്വാസികൾ കാണുന്നത്. ഇന്നലെ അവരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നതുമാണ്. എന്തായാലും സമരം നടത്തുന്ന വൈദികർ ഇപ്പോഴും ഈ ബിഷപ്പ് ഹൗസിന് കോമ്പൗണ്ടിൽ തന്നെ നിലകൊള്ളുകയാണ്. അവരെ ഇന്നലെ ബിഷപ്പ് ഹൗസിനുള്ളിൽ സമരം നടത്തിക്കൊണ്ടാണ് പോലീസ് പിടിച്ചു മാറ്റിയത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ ഈ വൈദികരെ അനുകൂലിക്കുന്നവരും സഭാ നേതൃത്വത്തെ അനുകൂലിക്കുന്നവരും തമ്മിൽ ഒരു സംഘർഷത്തിലേക്കും മണിക്കൂറുകൾ നീണ്ട പ്രശ്നങ്ങളിലേക്കുമൊക്കെ കാര്യങ്ങൾ നീണ്ടത്. ഇന്നെന്തായാലും ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ചർച്ചയിലാണ് സഭാ നേതൃത്വവും വിശ്വാസികളുമെല്ലാം പ്രതീക്ഷിക്കുന്നത്. അതിലൊരു അനുനയം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷ. ഏകദേശം 10 മണിയോടുകൂടി ജില്ലാ കളക്ടർ ഇവിടേക്ക് എത്തും. ഇവിടെ എത്തിയായിരിക്കും ചർച്ച നടത്തുക. അതേസമയം ഇന്നലെ ഉണ്ടായ പോലീസ് നടപടിയിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് വിശ്വാസികളുടെ തീരുമാനം. ഇന്നലെ DGPക്ക് പരാതി നൽകിയിരുന്നു. വൈദികരെ അടക്കം വലിയ തോതിൽ മർദ്ദിക്കുകയും ഒപ്പം അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു അവരുടെ പരാതി. അതിൽ നടപടിയില്ലെങ്കിൽ കടുത്ത പ്രതിഷേധം എന്നുള്ളതാണ് വിശ്വാസികളുടെ തീരുമാനം. എന്തായാലും ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, കുർബാനയ്ക്കുള്ള ദിവസമായതുകൊണ്ട് തന്നെ ഈ സമരക്കാരും ഇവിടേക്ക് എത്തിയിട്ടില്ല. ഒരുപക്ഷെ വരും മണിക്കൂറുകൾ അവരെത്തും. കൂടുതൽ പള്ളികളിൽ ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഏതായാലും അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരും മണിക്കൂറുകളിൽ വിശ്വാസികളുടെ ഒരു പ്രതിഷേധ പരിപാടികൾ പലയിടങ്ങളിലെ നടക്കുമെന്നും ഈ വൈദികരെ അനുകൂലിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ 6 പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പള്ളികളിൽ നിന്ന് കുർബാന തടസ്സപ്പെടുമോ എന്നടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ പ്രധാന വാർത്തയാണ്. എന്തായാലും നിലവിൽ സാഹചര്യം സമാധാനപൂർവ്വമാണ്. ശരി, അശ്വിൻ പാലഴിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഏതായാലും ഇന്ന് ഞായറാഴ്ചയാണ്. അശ്വിൻ പറഞ്ഞതുപോലെ കുർബാനയ്ക്കൊക്കെ ഒരുപാട് വിശ്വാസികൾ എത്തുന്ന ദിവസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സമവായം ഉണ്ടാകട്ടെ, വലിയ സംഘർഷങ്ങളൊന്നും ഇല്ലാതെ തന്നെ സമാധാനപരമായ കാര്യങ്ങളെല്ലാം നടക്കട്ടെ. ഇന്നിപ്പോൾ ആ സമവായ ചർച്ചകൾ നല്ല രീതിയിൽ തന്നെ അവസാനിക്കുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിട്ടുണ്ട്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഇങ്ങനെ എന്താ പ്രവിത പരപരാ വെളുത്തു എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ഞാനും പ്രജിനും കൂടെ ചെയ്തപ്പോൾ കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. അതെന്താ പ്രവിത, കോട്ടയത്ത് അങ്ങനെയാണോ പറയാ? കോട്ടയത്ത് അങ്ങനെ നേരം പരപരാ വെളുത്തു. പിന്നെ പണ്ട് മിമിക്രിക്കാർ അത് പറയും അല്ലെ, അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ അതൊരു കൊളോക്കിയലായി പറയുന്നതാണ്. എനിക്കൊന്ന് എല്ലാ ജില്ലകളിലും പറയുന്നതാണ്. പ്രജിൻ പറഞ്ഞു നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ പറയും എന്ന്. അതോടൊപ്പം ഇങ്ങനെ അടുത്തതാണ് കളകള ആരവം. കഴിഞ്ഞ ദിവസം ഉറങ്ങാത്തത് കൊണ്ട് എനിക്കിത് കിട്ടിയില്ല. കളകള എന്തോ പറഞ്ഞു. അപ്പൊ പ്രജന തന്നെ വെച്ച് കളിയാക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പ്രേക്ഷകരുടെ കമന്റ്സ് അതിലേക്കൊക്കെ വരാം. ഇനി നമുക്ക് നേരെ പോകണം ശബരിമലയിലേക്കാണ്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. അങ്ങനെ ശബരിമലയിൽ ഭക്തജനങ്ങൾ കാത്തിരിക്കുന്ന മകരവിളക്കിന് സമയമാവുകയാണ്. ഇന്നിപ്പോൾ 28-ാം തീയതിയാണ് ധനുമാസം. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള തിരുവാഭരണ ഘോഷയാത്ര, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട്. ഒപ്പം തന്നെ തീർത്ഥാടകർ ഒരുപാട് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. അത് ഏതെല്ലാം രീതിയിലാണ്? അപ്പോൾ ആദ്യം രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, ഗുഡ് മോർണിംഗ്. അവിടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തന്നെയായിരുന്നു ഇന്നലെയും രാഹുൽ നിന്നിരുന്നത്. ഇന്നിപ്പോൾ തിരുവാഭരണ ഘോഷയാത്രയുമായി പന്തളം കൊട്ടാരത്തിൽ നിന്ന് എപ്പോഴാണ് ഇറങ്ങുക? ഒരുപാട് ഭക്തർ ഇന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ദിവസം കൂടിയാണല്ലോ. സ്മിത, പ്രവിത, വെരി ഗുഡ് മോർണിംഗ്. മകരസംക്രമ പൂജാ ചടങ്ങുകൾക്ക് ഇന്നലെ എരുമേലി പേട്ടതുള്ളലോടെ തുടക്കമായിരുന്നു. അതിൻ്റെ 2ാം ഘട്ടമാണ് ഇന്ന് തിരുവാഭരണ ഘോഷയാത്ര. പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണ ഇന്ന് ക്ഷേത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ക്ഷേത്രത്തിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്ന പന്തലിലെത്തി ഈ തിരുവാഭരണങ്ങൾ ദർശിക്കാനുള്ള അവസരം തീർത്ഥാടകർക്കുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രത്യേക പൂജകൾക്ക് ശേഷമായിരിക്കും തിരുവാഭരണ ഘോഷയാത്ര ശബരിമല സന്നിധാനത്തേക്ക് പുറപ്പെടുക. ഇന്നും നാളെയും പരമ്പരാഗത പാതയിലൂടെ യാത്ര ചെയ്ത് മറ്റന്നാൾ വൈകിട്ട് 5:30ഓടെയാണ് ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്ര എത്തുന്നത്. അവിടെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ സ്വീകരണം നൽകും. തുടർന്ന് അവിടെ നിന്നും സ്വീകരിച്ച് ഈ ശബരിമല സന്നിധാനത്തെത്തി ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിലാണ് തിരുവാഭരണ ഘോഷയാത്ര തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങുന്നത്. തുടർന്ന് വൈകിട്ടാണ് പ്രസിദ്ധമായ ദീപാരാധന നടക്കുന്നത്. തിരുവാഭരണം ചാർത്തിയ ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുക എന്ന വിശ്വാസമുള്ളത്. എന്താണെങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് അവിടെ നിന്നും ഘോഷയാത്ര പുറപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം സ്മിത സൂചിപ്പിച്ച പോലെ
തന്നെ ശബരിമല സന്നിധാനത്തെ തിരക്കാണ്. സ്മിത, ഇന്ന് ഞാൻ വന്നിട്ട് 14 ദിവസം പിന്നിടുകയാണ്. പക്ഷേ ഈ 14 ദിവസവും ഇത്തരത്തിൽ തിരക്ക് കുറഞ്ഞൊരു ദിനം ഉണ്ടായിട്ടില്ല എന്ന് പറയാതിരിക്കാൻ വയ്യ. മകരവിളക്ക് പൂജകൾക്കായി നട തുറന്ന ശേഷം തിരക്ക് കുറഞ്ഞ രണ്ടാമത്തെ ദിനം കൂടിയാണ് ഇന്നിപ്പോൾ ആരംഭിക്കുന്നത്. ഇന്നലെയാണ് ഏറ്റവും കുറവ് ഭക്തർ എത്തിയ ഒരു ദിനം. ഇന്നലെ 60,000-ഓളം തീർത്ഥാടകരായിരുന്നു ശബരിമല സന്നിധാനത്തെത്തിയത്. ഇന്നും വളരെ തിരക്ക് കുറവാണ്. തീർത്ഥാടകരെല്ലാം തന്നെ പടി 18 തൊഴുത് സാവധാനം അയ്യപ്പനിലേക്ക് തൊഴുത് കയറുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ, അതായത് മകരവിളക്ക് ദിനം, ഏതാണ്ട് 3 ലക്ഷം തീർത്ഥാടകരെയാണ് ശബരിമല സന്നിധാനത്തേക്ക് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഇന്ന് മുതൽ നടപ്പാക്കി തുടങ്ങുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ 8 മണി മുതൽ പമ്പയിൽ പാർക്കിംഗ് അനുവദിക്കില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ 8 മണി മുതലാണ് പാർക്കിംഗ് അനുവദിക്കാത്തത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെ ആ നിയന്ത്രണം തുടരും എന്നത് പറയേണ്ട കാര്യമാണ്. മറ്റൊന്ന് വെർച്വൽ ക്യൂ സംവിധാനമാണ്. സാധാരണ വെർച്വൽ ക്യൂവിൽ 70,000 പേർക്ക് ദർശനം നടത്താൻ കഴിയുമായിരുന്നു. ഇന്നു മുതൽ അത് 60,000, നാളെ 50,000, മറ്റന്നാൾ 40,000 ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം സ്പോട്ട് ബുക്കിങ്ങും 5,000 ക്രമീകരിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ശരണ മന്ത്രങ്ങളാൽ മുഖരിതമായ ഒരു അന്തരീക്ഷത്തിലാണ് തീർത്ഥാടനം മുന്നോട്ട് പോകുന്നത്. തിരക്ക് വരും ദിവസങ്ങളിലും സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ നോക്കണം അല്ലേ? BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. അപ്പോൾ ഇന്ന് എവിടെ നിന്നാണ് മോർണിംഗ് വാക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി പറയുകയാണ്, കലൂർ, എറണാകുളം ജില്ലയിലെ കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നാണ്. സ്റ്റേഡിയത്തിന്റെ കവാടത്തിൽ നിന്ന് നമ്മൾ അകത്തേക്ക് നടക്കുകയാണ്. അവിടെ നിന്നാണ് ഇന്നത്തെ മോർണിംഗ് വാക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നമ്മുടെ മോർണിംഗ് വാക്ക് തുടരുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം നമ്മൾ തിരികെ എത്തും. പ്രേക്ഷകരെ, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിരിക്കുന്നു. ഞങ്ങൾ പ്രേക്ഷകരുടെ കമന്റ്സ് എല്ലാം കാണുന്നുണ്ട്. കമന്റ്സിലേക്കൊക്കെ വരാം. അതിന് മുന്നേ നമുക്ക് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. എവിടെയാ വാർത്ത? നടി ഹണി റോസിന്റെ പരാതിയിൽ നടപടി ഊർജിതമാക്കി പോലീസ്. രാഹുൽ ഈശ്വർ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്ന ഹണി റോസിന്റെ പരാതിയിൽ ഇന്ന് കേസെടുത്തേക്കും. ഇന്നലെയാണ് രാഹുൽ ഈശ്വറിനെതിരെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നേരിട്ടെത്തി ഹണി റോസ് പരാതി നൽകിയത്. അതെ, രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യത്തിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്നുള്ള സൂചനകളും എത്തുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ അശ്ലീല കമന്റുകൾ ഇട്ട കൂടുതൽ പേർക്കെതിരെയും നടപടി ഉണ്ടായേക്കും. നിലവിൽ നടിയുടെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയിൽ ചൊവ്വാഴ്ചയാണ് ഹൈക്കോടതി വാദം കേൾക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ രാഹുൽ ഈശ്വർ ഇതിനെക്കുറിച്ച് നമ്മുടെ ചർച്ചയിൽ, അനുജ നടത്തിയ ചർച്ചയിൽ വന്നിരുന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യം, ഞാൻ ഹണി റോസിനെ വിമർശിച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ അപഹസിച്ചിട്ടില്ല, പരിഹസിച്ചിട്ടില്ല. ഒരു സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ഇത്തരം വിമർശനങ്ങൾ അതെന്തുകൊണ്ടാണ് എടുക്കാൻ കഴിയാത്തത് ഹണി റോസിന് എന്ന് രാഹുൽ ഈശ്വർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം ബോബി ചെമ്മണ്ണൂർ, അതിനുശേഷം പരാതി നൽകിയതിനു ശേഷം ഇത്തരം പരാമർശങ്ങൾ വരുന്നു. ഒരുപാട് സൈബർ ആക്രമണങ്ങൾക്ക് താൻ വിധേയയാകുന്നു. താനും തൻ്റെ കുടുംബവും വലിയ മാനസിക വ്യഥയിലൂടെ കടന്നു പോകുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് നടി ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. ഇനി നമുക്കൊരു മറ്റ് രാഷ്ട്രീയ വാർത്തയിലേക്ക് പോകാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഴുവൻ സമയം പങ്കെടുക്കുന്ന CPIM ആലപ്പുഴ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. വിഭാഗീയതയും കൊഴിഞ്ഞുപോക്കും ചർച്ചയാകാത്ത സമ്മേളനത്തിൽ ഇന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മറുപടി പ്രസംഗം നടത്തും. പൊതുസമ്മേളനവും മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക. പ്രതിനിധി സമ്മേളന ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ടും എത്താതിരുന്ന മുതിർന്ന നേതാവ് G സുധാകരൻ സമാപന സമ്മേളനത്തിനും വിട്ടുനിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പുതിയ ജില്ലാ കമ്മിറ്റിയെയും ജില്ലാ സെക്രട്ടറിയെയും ഇന്ന് തെരഞ്ഞെടുക്കും. കഴിഞ്ഞ 2 തവണയായി തുടരുന്ന R നാസർ മാറാനുള്ള സാധ്യത കുറവാണ്. മാറ്റം വന്നാൽ ഇഴവ പ്രാതിനിധ്യം തുടരാൻ തീരുമാനിച്ചാൽ ഹരിപ്പാട് നിന്ന് TK ദേവകുമാറിന്റെ പേരുയരും. സമവാക്യം വേണ്ട എന്ന് വെച്ചാൽ മനു C പുളിക്കലിന്റെ പേരുണ്ടാകും. ജില്ലാ കമ്മിറ്റിയിലേക്ക് കൂടുതൽ യുവാക്കൾ വരണമെന്ന ആവശ്യവും ശക്തമാണ്. അതെ, ഈ റേഷൻ കടയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്ന കരാറുകാർക്കുള്ള കുടിശ്ശിക 100 കോടി കവിഞ്ഞതോടെ സംസ്ഥാനത്തെ റേഷൻ കടകൾ കാലിയായി തുടങ്ങി. ജനുവരി 1 മുതൽ കരാറുകൾ വിതരണം നിർത്തി. 80% കടകളിലും സാധനങ്ങൾ തീർന്നതായി വ്യാപാരികൾ പറയും.
FCI ഗോഡൌണിൽ നിന്ന് റേഷൻ സംഭരണ കേന്ദ്രങ്ങളിലേക്കും അവിടെ നിന്ന് റേഷൻ കടയിലേക്കും ഭക്ഷ്യധാന്യങ്ങൾ വിതരണത്തിനെത്തിക്കുന്ന കരാറുകാരാണ് സമരം ചെയ്യുന്നത്. കുടിശ്ശിക തീർത്ത് പണം കിട്ടിയാൽ മാത്രമേ ഇനി റേഷൻ വിതരണം തുടരുകയുള്ളൂ എന്നാണ് കരാറുകാരുടെ നിലപാട്. സമരം നീണ്ടുപോയാൽ റേഷൻ കടകളിലെ സ്റ്റോക്ക് തീരും. ഇതോടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം തടസ്സപ്പെടും. FCIയിൽ നിന്നും എടുത്ത് NFSA ഗോഡൌണിൽ ഇറക്കിയതിന് ശേഷം റേഷൻ കടകളിൽ എത്തിക്കുന്ന കരാറുകാർ സമരത്തിലാണ്. അവർ സമരത്തിലായാൽ റേഷൻ കടകളിൽ അരി നിലച്ചു പോകും. ഇപ്പോൾ തന്നെ കേരളത്തിലെ 80% കടകളിലും അരി സ്റ്റോക്കില്ല. ഞങ്ങൾ പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ സമരം പിൻവലിച്ച് റേഷൻ സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഡിസംബറിൽ ബാക്കി വന്നതും ജനുവരി ആദ്യം വിതരണം തുടങ്ങാൻ മുൻകൂർ നൽകിയതുമായ സാധനങ്ങളുള്ള കടകളിൽ മാത്രമാണിപ്പോൾ വിതരണം നടക്കുന്നത്. പുതിയ സ്റ്റോക്ക് എത്തിയില്ലെങ്കിൽ ഈ മാസം പാതിയോടെ ഇതും തീരും. മലപ്പുറം, എറണാകുളം, തൃശൂർ, കോട്ടയം ജില്ലകളിലെ പലയിടങ്ങളിലും റേഷൻ സാധനങ്ങൾ പൂർണ്ണമായി തീർന്ന റേഷൻ കടകളുണ്ട്. 24 കോഴിക്കോട്. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഇതാ ഇവിടെ നല്ല കൊതുകുണ്ട്. ഞാനൊരു കൊതുകിനെ ഒഴിച്ചോണ്ടിരുന്നപ്പോഴാണ് അതുപോലെ കമന്റ്സ് വായിക്കായിരുന്നു ആ സമയത്ത്. അപ്പൊ ഒരുപാട് പേര് സീന മുഹമ്മദ് ഒക്കെ പറയുന്നുണ്ട് ഇന്ന് നല്ല തണുപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ നല്ല ചൂടല്ലേ പ്രിയത, നമ്മളത് പറയുമായിരുന്നു. ഞാനാണെങ്കിൽ തണുപ്പൊക്കെ പ്രതീക്ഷിച്ച് സ്വെറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ടാ വന്നത്, പക്ഷെ കാര്യമില്ല, ചൂടെടുക്കുന്നുണ്ട്. അടുത്ത 2 ദിവസങ്ങളിൽ അന്തരീക്ഷത്തിൽ താപനില കൂടും എന്ന് മുന്നറിയിപ്പും ഇന്നലെ കേന്ദ്രം നൽകിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട് ഇന്ന് ഞായറാഴ്ചയാണ്, തണുപ്പാണ്, പക്ഷേ മോർണിംഗ് വാക്ക് കാണാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഉണർന്നു വന്നത്. ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് എന്നൊക്കെ പറയുന്നു. അത് നമുക്ക് എന്തായാലും പ്രേക്ഷകരുടെ കമന്റ്സിലേക്കൊക്കെ വരാം. അതിനു മുൻപ് ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്.